ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ചക്കക്കുരു ചെമ്മീൻ മുരിങ്ങക്കോലിട്ട കറിയാണ്, പച്ചമാങ്ങയിലിട്ടിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അത് തന്നെ ചക്കക്കുരു, കുറച്ച് മുരിങ്ങക്കോലും ഒരു പച്ചമാങ്ങയും എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തത്. അതിൻ്റെ ഈ ഒരു തൊലിയില്ലേ മൊത്തമായിട്ട് കളയാൻ പാടില്ല, നമ്മളിങ്ങനെ തന്നെ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കഴുകി വൃത്തിയാക്കി ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ഫസ്റ്റ് തന്നെ നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. ഞാനിങ്ങനെ കട്ട് ചെയ്തത് കാരണം മുറിച്ചിട്ട് എടുത്തിട്ടില്ല. എനിക്കിങ്ങനെ ഇടുന്നതാണ് ചക്കക്കുരു ഇഷ്ടം. ചെറുതാക്കിയിട്ട് ഇടുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് അര സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ചക്കക്കുരുല്ലേ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെച്ചെടുക്കാം. നമ്മുടെ ചക്കക്കുരുവിന് അത്യാവശ്യം നല്ല വേവുണ്ട്, അപ്പോൾ ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ഒരു 3/4 വേവെങ്കിലാവണേ, കാരണം ചെമ്മീനിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതല്ലേ. അപ്പോൾ ചക്കക്കുരുവാണ് നമുക്ക് മെയിനായിട്ട് വെന്ത് കിട്ടേണ്ടത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടെടുക്കുന്നത് നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളകാണ്. 2 പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇത്ര വെള്ളം പോരെ, കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം, കാരണം എല്ലാം കൂടി ഒന്ന് വെന്ത് കിട്ടേണ്ടതല്ലേ. അപ്പോൾ അതിന് മുൻപ് നമുക്കിതിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ വരെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഉപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നേരത്തെ ഇട്ട ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അത് വേവാൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്ത് കുറച്ച് വെള്ളത്തിൽ നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീൻ മാങ്ങ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ മുരിങ്ങക്കോൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങക്കോൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കണം, കാരണം അത് നമുക്ക് വെന്തുടഞ്ഞു. അതൊരു തിളയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിത് ഓവറായിട്ട് വെന്ത് കിട്ടുമൊന്നും വേണ്ട, കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഇനി തെളിച്ചോളൂ. അപ്പോൾ ഈ ഒരു കറിക്ക് ഞാൻ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ദോശയാണ്. ഇപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഒന്ന് ജസ്റ്റ് തിളവരും. ശേഷം നമുക്കതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കണം. അതിന് ഞാനിതൊരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ നമ്മുടെ കടുക് വറുത്തത് നമ്മൾ ചെമ്മീൻ കറിയിലേക്ക് ചൂടോടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാനതുപോലെ തന്നെ പൊത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കടുക് വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. അതിന് നമുക്ക് ഇത് ഫുഡ് കഴിക്കുന്ന സമയത്ത് എടുക്കാം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.